ഹലോ മച്ചാമാരെ, ഇന്ന് ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ വോക്ക് വിത്ത് വിപിൻ എന്ന ചാനലിന് തുടക്കം കുറിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇതിൽ യാത്രകളും അതുപോലെ തന്നെ ചെറിയ ഭക്ഷണ വിശേഷങ്ങളായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടന്നാലോ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ നാടിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് കിടക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നും അതുപോലെ തൃശ്ശൂരിൽ നിന്നും വരുമ്പോൾ നമ്മളെ വടപുറത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു വഴിയാണ്. ഇത് കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഏതൊരു വേനൽക്കാലത്തും നമുക്ക് ഇതുവഴി വന്നാൽ ഒരു പ്രത്യേക തണുപ്പ് ഫീൽ അനുഭവപ്പെടും. ഞങ്ങൾ നിലമ്പൂർകാർക്ക് ഇതുവഴി എത്ര തവണ പോയാലും മതിയാവില്ല, അത്രയ്ക്കും ഭംഗിയുള്ള റൂട്ടാണത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. പലരും വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയും ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എല്ലാവരും, എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിനാണ് ഞാൻ എൻ്റെ നാടായ നിലമ്പൂരിനെ കുറിച്ചൊരു ചെറിയൊരു ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. മരങ്ങളൊക്കെ നല്ല പച്ച കളറാണ്. റോഡിലൂടെ വെള്ളമൊക്കെ വന്നിട്ട് ഇത് കൂടി യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ റൂട്ടിന് വേറൊരു പേരും കൂടെ പറയൂ കേട്ടോ, കനോലി പ്ലോട്ട് റോഡ് എന്ന് കൂടെ ഇതിന് പറയാറുണ്ട് ആളുകളെ. അതായത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലം കൂടാതെ വേറെ അവിടെ പണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ നട്ടുപിടിപ്പിച്ചൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തേക്ക് മരം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെയും കുറേ എന്തൊക്കെ ചരിത്രങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ നിലമ്പൂർ എന്ന് പറയുന്നത് പണ്ടത്തെ തമ്പുരാക്കന്മാർ വാണിരുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു കവാടമാണ് കേട്ടോ ഈ കാണുന്നത്. നിലമ്പൂർ കോവിലത്തേക്ക് പോകുന്ന ഒരു കവാടമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തമ്പുരാക്കന്മാർ പണ്ട് ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ പലരും ഉണ്ട് കേട്ടോ, ജീവിച്ചിരിപ്പുണ്ട്. ആരൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. അവരുടെ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് ആ അമ്പലം കാണാൻ. ഈ അമ്പലത്തിൽ വർഷത്തിൽ ഒരു നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറഞ്ഞൊരു സംഭവം നടക്കാറുണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ജനുവരിയിലാണ് നടക്കാറ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കാരണം അതൊന്നും നടന്നിട്ടില്ല ഈ വർഷം. നിലമ്പൂരിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. മയിലാടിപ്പാലം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു പാലാട്ടോ അത്. ഇതിൻ്റെ താഴെ കൂടെ ചാലിയാർപ്പുഴ ഒഴുകുന്നുണ്ട്. ഇത് കൂടാതെ വേറെ ഒരുപാട് കാഴ്ചകൾ നിലമ്പൂരിലുണ്ട് കേട്ടോ. അതിലാദ്യത്തേതാണ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ തേക്ക് മ്യൂസിയം. ആട്ടിൻപാറ വെള്ളച്ചാട്ടം, മിനി ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കക്കാടംപൊയിൽ, നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്, കേരളക്കുണ്ട് വെള്ളച്ചാട്ടമുണ്ട്, കനോലി പ്ലോട്ടുണ്ട്, ബംഗ്ലാവ് കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇത് കൂടാതെ വേറെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താൻ പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.